friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു കട്ട് മുസമ്പി. എങ്ങനെ മുസമ്പി നല്ല വെറൈറ്റി ആയിട്ട് കട്ട് ചെയ്യാം. വെറൈറ്റി ആയിട്ടൊന്ന് കട്ട് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതുകൊണ്ട് ഞാൻ മുസമ്പി ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. നടുക്കൂടെ കട്ട് ചെയ്യണം. ഇങ്ങനെ നമുക്ക് വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് ഇങ്ങനത്തെ ഭാഗങ്ങൾ കാണാൻ പറ്റും. കണ്ടോ? ഇനി എനിക്ക് ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന മുസമ്പിയെ നമ്മൾ ഇങ്ങനെ ആക്കി. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകവശം. ഇനി ഇതിൻ്റെ നടുക്കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല 4 പീസായിട്ടാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഇതുണ്ടോ? ഇങ്ങനെ ഇരുന്ന പീസിനെ നമ്മൾ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 പീസായി. ഇവിടെ ഇങ്ങനെ ഇരുന്ന പീസിനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ 2 പീസായി. മൊത്തത്തിൽ 4 പീസ്. അപ്പോൾ നമുക്ക് 4 പീസായിട്ട് വെച്ചുള്ള ഒരു രസം കിട്ടുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ നല്ല വളരെ വൃത്തിയോടെ കട്ട് ചെയ്യാം. എനിക്ക് നല്ല വൃത്തി കൂടിപ്പോയി ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ 4 കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ കട്ടി നമ്മൾ ഒരു മുസമ്പി എങ്ങനെ എടുത്തു, വീണ്ടും ഒരു ഹാഫ് എടുത്ത് 4 ആക്കി. എന്താ ഇവിടെ ഈ പുറംതൊലിയുടെ ഈ ഒരു ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ മണ്ട പറിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗത്ത് ഇങ്ങനെ കറുത്തിരിക്കും. അതൊക്കെ ഞങ്ങൾ വെട്ടി മാറ്റുന്നുണ്ട്. എനിക്ക് ആ ഭാഗമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഗായ്സ് നമ്മളപ്പോൾ ഇവിടെ ഇതെല്ലാം കഴിയുന്നു കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? പിന്നെ നമ്മൾ കട്ട് ചെയ്തു. ഇനിയും നമ്മൾക്ക് ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് വെള്ളം അല്പം എടുത്ത് കത്തി ഫസ്റ്റ് 2 എണ്ണം ഇട്ടൊന്ന് കഴുകുക. ഓരോത്തിനും വെറൈറ്റി ഷേപ്പ് നമുക്ക് വെക്കേണ്ടത്. അതിൻ്റെ അനുസരിച്ച് കഴുകിയെടുക്കണം ഗൈസ്. ഇവിടെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇതുണ്ടോ അവിടെ മറ്റേ താഴ്ഭാഗവും മേൽഭാഗവും. അത് താഴ്ഭാഗം മേൽഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു. ഇപ്പം താഴ്ഭാഗമാണ് കട്ട് ചെയ്തത്. ഇനി ഇതിനെ എല്ലാത്തിനും നല്ല വൃത്തിക്ക് കഴിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇന്ന് മഴയുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 8 പീസ് ഇട്ടു. ബാക്കി 8 പീസാണ് നമുക്കുള്ളത്. വേണമെങ്കിൽ അതിനെ മുറിച്ച് നിൽക്കുകയാണെങ്കിൽ 16 പീസാക്കാൻ പറ്റുമേ. 16 പീസ് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു രസം കിട്ടൂല. ഇപ്പോൾ 8 പീസാണ് നല്ലത്. ഇപ്പോൾ 2 ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഫോം ചെയ്യിപ്പിക്കാം. എപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു സ്മൈലി ഫേസിനെ ആയിരിക്കില്ലേ. ഇപ്പോൾ 2 കണ്ണ്, ഒരു ചുറ്റും റൗണ്ടി
സ്മൈലി മാറി വേറെ എന്തോ പീസായി പോയി കേട്ടോ. നമുക്കിപ്പോൾ കൈ ഇങ്ങനെ ഇത് സ്ഥലമില്ല പ്ലേറ്റ് അതാ കുഴപ്പം. നമുക്ക് മൂങ്ങാക്കണ്ണുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒരു ചരിഞ്ഞ് ഇങ്ങനെ. അപ്പോൾ വെറൈറ്റി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങളൊക്കെ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് വേണമെന്ന് കഴിച്ച് നോക്കണം. അപ്പം ഞാനിത് കഴിച്ചാലോ? ഇതുണ്ട് ഇത്രയും ഞാൻ കടിച്ചെടുത്തു. സൂപ്പറാണ്. ഇത് കഴിക്കണ രീതിയുണ്ട്. ഇത്രയും വരുന്നില്ലേ. പല്ലതെ എടുക്കാതെ എട്ടെണ്ണത്തിലെ എട്ടാമത്തെ ഒരെണ്ണം ഞാൻ ഇങ്ങനെ എടുത്തു. ഇപ്പം സൈഡ് വെക്കാം. ഇനി വേറെ ഒരു രീതി ഞാൻ കാണിച്ചതാണ്. ഇതെന്താ ഇളകി വരണ്ടേ? നമ്മൾ രണ്ടെണ്ണം ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ടാറ്റ.